നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാ ശരണം, ഗുരുവായൂരപ്പാ ശരണം, ഗുരുവായൂരപ്പാ ശരണം. സ്വാമിയേ ശരണമയ്യപ്പ. നമ്രാണാം സന്നിധത്തെ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാൻ അജസ്രം വിതരതി പരമാനന്ദ സാന്ദ്രാം ഗതിം ച. ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടീന്ദ്രുമഭിലഷതി വ്യർത്ഥമർത്യോ വ്രജോയം. ഓം ശ്രീ ഭട്ടപാദമനിശം ഹൃദി ഭാവയാമി. ഓം ശ്രീ കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. നിശേഷാൽ ആനമേനം ഗുരുപവനപുരാധീശമേവ ആശ്രയാമ. വന്ദേ ഗുരുപരമ്പരാം. നാരായണീയം ദശകം 2 ശ്ലോകം 1. സൂര്യസ്പർദ്ധികിരീടം ഊർധ്വതിലക പ്രോൽഭാസിഭാലാന്തരം കാരുണ്യാകുലനേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം. ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലൽ കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ പ്രസാദിക്കണേ. മേൽപ്പത്തൂര് ക്ഷേത്രത്തിലെത്തി ഭഗവാനെ തൊഴുത് അകത്ത് കെട്ടുംപടിയില് നമസ്കരിച്ചിരുന്നു. തൻ്റെ എല്ലാമായ ഉപാസനമൂർത്തിയായ ഭഗവാൻ എഴുന്നള്ളിയിരിക്കണില്ലേ നോക്കി. അപ്പോൾ ഈ ഭഗവാൻ മേൽപ്പത്തൂര് സ്തുതിക്കുന്നത് കേൾക്കുന്നതിന് വേണ്ടി സന്നിഹിതനായത് കണ്ടു. മേൽപ്പത്തൂര് കണ്ടു. മേൽപ്പത്തൂര് കണ്ടിട്ടുള്ള ആ ഉണ്ണിയായ ഭഗവാനെ നമുക്കും ഒന്ന് മനസ്സിൽ കണ്ടാലോ. കഷ്ടിച്ചൊരു 3-3.5 വയസ്സ് പ്രായം. അപ്പോഴേക്കും തന്നെ ഭഗവാന്റെ അതിധാരാളമുള്ള കാർകൂന്തല്, കേശഭാരം അതിൽ നിന്ന് കുറച്ചെടുത്ത് മുകളിലേക്ക് അങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്. അത് അഴിഞ്ഞു വീഴാതിരിക്കാൻ മുത്തുമാലകളെ കൊണ്ടും മുല്ലമാലകളെ കൊണ്ടും ചുറ്റിക്കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ഭഗവാന്റെ കേശഭാരം പുറകോട്ടങ്ങനെ ഇട്ട് അതിൻ്റെ അഗ്രഭാഗം ഉള്ളിലേക്ക് വളച്ചു വെച്ചിട്ടുണ്ട്. അതിൽ വളരെ ഭംഗിയായിട്ട് മുല്ലമാല ചാർത്തിയിട്ടുണ്ട്. അഗ്രം കൂർത്ത കളഭത്തിന്റെ കുറി അണിഞ്ഞിട്ടുണ്ട്. വാലിട്ട് കണ്ണെഴുതിയിട്ടുണ്ട്. ഭഗവാൻ കർണാഭരണമായി അണിഞ്ഞിട്ടുള്ള മകരകുണ്ടലങ്ങളുടെ ശോഭ ആ ഉണ്ണിയായ ഭഗവാന്റെ കവിൾത്തടങ്ങളെ കുറെ കൂടിയിട്ട് വളരെയധികം ആക്കിയിട്ടുണ്ട്. ധാരാളം സ്വർണമാലകളും രത്നമാലകളും അണിഞ്ഞിട്ടുണ്ട്. തിളങ്ങുന്ന തോൾവളകള്, 2 കൈകളിലും ധാരാളം സ്വർണവളകള് ഭഗവാൻ അണിഞ്ഞിട്ടുണ്ട്. വിരലുകളിൽ രത്നമോതിരങ്ങള് എല്ലാ വിരലിലും അണിഞ്ഞിട്ടുണ്ട്. കേരളീയ ശൈലിയില് കസവൊക്കെ കാണാൻ പാകത്തില് കസവുമുണ്ട് ഞൊറിഞ്ഞുടുത്തിട്ടുണ്ട്. കാലിൽ പൊന്നിൻ പാദസരം ഉണ്ട്. ഇങ്ങനെ മന്ദസ്മിതാർദ്ര സുമുഖനായി മേൽപ്പത്തൂരിന്റെ മുമ്പിൽ ചമ്മറം പടിഞ്ഞിരിക്കുകയാണ് ആ ഭഗവാൻ. നമസ്കരിച്ച മേൽപ്പത്തൂരെ നോക്കണുണ്ട്.
തൻ്റെ ഭഗവാൻ ഗുരുവായൂരപ്പൻ സന്നിഹിതനായിട്ടില്ലേ, ഉണ്ട് എന്ന് കണ്ടു. സന്തോഷമായിട്ടുള്ള മേൽപ്പത്തൂര് തൻ്റെ ഇന്നത്തെ രചന ആരംഭിക്കുന്നതിന് മുമ്പ് ശ്രീലകത്തേക്കൊന്നങ്ങോട്ട് നോക്കി. അപ്പൊ കണ്ടത് ഭഗവാന്റെ ചതുർബാഹുകമായിട്ടുള്ള ആ രൂപം. അപ്പൊ അദ്ദേഹം തീർച്ചയാക്കി ഇതെന്നെ അങ്ങോട്ട് വർണ്ണിക്കാം എന്നുള്ളത്. നമ്മുടെ ഗുരുവായൂരപ്പന്റെ ക്ഷേത്രത്തില് മഹാവിഷ്ണു ഭാവത്തിലാണ്, അങ്ങനെ ശ്രീനാരായണ ഭാവത്തിലാണ് പൂജകള് എങ്കിലും ശ്രീധരാശ്ലിഷ്ടപാർശ്വം ഇങ്ങനെയാണ് പൂജകളൊക്കെ എങ്കിലും നമ്മൾ കാണുമ്പോഴെല്ലാം ഉണ്ണിയായിട്ടുള്ള ഭഗവാനെ ചന്ദനം ചാർത്തിയിട്ടാണ് കാണാറുള്ളൂ. നമുക്കധികം ഇഷ്ടവും അങ്ങനെ തന്നെയാണ്. ഇനിയും ഉണ്ണിയായിട്ടുള്ള ഭഗവാനെ കാണാനാണ് ഇഷ്ടവും. വലത് കയ്യിൽ ഒരു ഓടക്കുഴലുണ്ടാവും, ഇടത് കയ്യിൽ കദളിപ്പഴമൊക്കെ പിടിച്ച്, ഇനി അതല്ലെങ്കിൽ താമരപ്പൂവിലിരിക്കണ ഭഗവാൻ, ഇനി അതുമല്ലെങ്കിൽ താമരപ്പൂവ് പിടിച്ചു നിൽക്കുന്ന ആ ഭഗവാൻ, ആനപ്പുറത്തിരിക്കുന്ന ഭഗവാൻ, ഇങ്ങനെ വ്യത്യസ്ത ഭാവങ്ങളില് കൃഷ്ണനായിട്ടാണ് ഭൂരിഭാഗം ദിവസങ്ങളിലും നമ്മളൊക്കെ ചന്ദനം ചാർത്തിയത് കാണാറുള്ളത്. ചുരുക്കം ചില ദിവസങ്ങളിൽ 4 കൈകളോട് കൂടിയിട്ട് കാണും ചെയ്യാം. അപ്പൊ താൻ കണ്ട ഭഗവാന്റെ ചതുർബാഹുകമായിട്ടുള്ള രൂപം തന്നെ വർണ്ണിക്കാമെന്ന് മേൽപ്പത്തൂര് തീർച്ചയാക്കി. ഭഗവാന്റെ ചതുർബാഹുകമായ രൂപത്തെ വാക്കുകൾ കൊണ്ട് മേൽപ്പത്തൂര് വരച്ചു. അതാണ് വാങ്മയ ചിത്രം എന്ന് പറയുന്നത്. വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കല്. ഇന്ന് നമ്മൾ കാണുന്ന ഗുരുവായൂരപ്പന്റെ ചിത്രം ഈ രൂപത്തിലായിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. കുറച്ച് നാരായണീയം രചിക്കുന്നതിന് രചനയ്ക്ക് ശേഷം, നാരായണീയം രചനയ്ക്ക് ശേഷം ഈ ശ്ലോകമൊക്കെ പഠിച്ച് അർത്ഥമൊക്കെ മനസ്സിലാക്കി അതികേമനായിട്ടുള്ള ഒരു ഗുരുവായൂരപ്പന്റെ ഭക്തൻ ആ ക്യാൻവാസിൽ അത് വരച്ചു. ഇതാണ് ആദ്യത്തെ ചിത്രം. ഇതിൽ നിന്നാണ് ഇന്ന് നമ്മൾ കാണുന്ന ഗുരുവായൂരപ്പന്റെ ചിത്രങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ മേൽപ്പത്തൂരെ വർണ്ണിക്കാൻ തുടങ്ങി. സൂര്യസ്പർദ്ധികിരീടം. ഇവിടെ ആ വർണ്ണിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരു കൗതുകം, ഒരു രസം. എന്താ വച്ചാൽ ഇപ്പൊ ഉണ്ണിയായിട്ടുള്ള ഭഗവാൻ അങ്ങനെ പട്ടേരിയുടെ മുമ്പില് രചന കേട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്തുണ്ട് രചന? മേൽപ്പത്തൂര് സൂര്യസ്പർദ്ധികിരീടം എന്ന് പറയുമ്പോ മേൽപ്പത്തൂരിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ തന്നെയല്ലേ എന്ന് ശ്രീലകത്തേക്ക് മുഖം തിരിച്ച് ചന്ദനം ചാർത്തി ഇത് നോക്കും. വീണ്ടും മേൽപ്പത്തൂരിന്റെ മുഖത്തേക്ക്, പിന്നെ വീണ്ടും ശ്രീലകത്തേക്ക്, ഇങ്ങനെ മാറി മാറി നോക്കുന്ന ആ കണ്ണൻ തൻ്റെ തന്നെ രൂപമാണ് അങ്ങനെ കാണുന്നതേ. ഇതൊക്കെ നമുക്ക് മനസ്സിലങ്ങനെ കാണാൻ കഴിയണം. എന്നാലുള്ള രസം വാക്കൊണ്ടൊന്നും പറയാനാവില്ല. മേൽപ്പത്തൂര് തുടങ്ങി. സൂര്യസ്പർദ്ധികിരീടം. ഉദിച്ചുയരുന്ന അനേകം സൂര്യന്മാരുടെ തേജസ്സിനെ തോൽപ്പിക്കുന്ന, പ്രകാശം പരത്തുന്ന, പ്രകാശം ചൊരിയുന്ന രത്നങ്ങൾ പതിച്ച സ്വർണക്കിരീടം. ഊർധ്വതിലകം. അഗ്രം കൂർത്ത കളഭത്തിന്റെ കുറി. ഇത് വൈഷ്ണവ തേജസ്സിനെ സൂചിപ്പിക്കുന്നതാണ്. ഇത് പറയുമ്പോഴാണ് ഓർമ്മ വരണത്. എന്തുകൊണ്ടോ ഇന്ന് നമ്മൾ കാണുന്ന ചതുർബാഹുകമായ ഗുരുവായൂരപ്പന്റെ വ്യത്യസ്തങ്ങളായ ചിത്രങ്ങൾ അനേകെണ്ണം നമുക്ക് കാണാനിടയായിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോഴൊക്കെ നോക്കണ ഒരു കാര്യമുണ്ട്, ആ ഭഗവാന്റെ തിലകം എങ്ങനെയാണ് എന്നുള്ളത്. പക്ഷേ ഒരു ചിത്രത്തിലും ഊർധ്വതിലകം, അതായത് അഗ്രം കൂർത്ത കളഭത്തിന്റെ കുറി കാണുന്നില്ല എന്ന് മാത്രം. എല്ലാം താഴോട്ട് കൂർത്തിട്ടുള്ള കുറികള്. ശരിക്കും അങ്ങനെയല്ല വേണ്ടത്. ആ വൈഷ്ണവാകാരം
വൈഷ്ണവ തേജസ്സിനെ സൂചിപ്പിക്കുമ്പോൾ ഊർധ്വതിലകം തന്നെയാണ് വേണ്ടത്. മുകളിലോട്ട് അഗ്രം കൂർത്തിട്ടുള്ള കുറി തന്നെയാണ് വേണ്ടത്. തിലകം കഴിഞ്ഞാലോ പിന്നെ തന്റെ കണ്ണുകളാണ് വർണ്ണിക്കേണ്ടത്. ഉണ്ണിയായ ഭഗവാൻ വിചാരിച്ചു ഇനി ഉണ്ടാവും പട്ടേരിയുടെ വക തന്റെ കണ്ണുകളെ കുറിച്ചുള്ളൊരു വർണ്ണന. ഇത് ചിന്തിച്ച ഭഗവാന്റെ മനസ്സ് പല വഴിക്ക് അങ്ങോട്ട് പോയി. അപ്പൊ ഗുരുവായൂരപ്പന് തോന്നിയിട്ടുണ്ട് ആരൊക്കെയാണ് തന്റെ കണ്ണിനെ കുറിച്ച് വർണ്ണിച്ചിട്ടുള്ളത്. തന്റെ കണ്ണിന്റെ ഭംഗി കൊണ്ടാണല്ലോ തന്നെ അത്രയധികം ഭംഗി ഉണ്ടായതുകൊണ്ടാണ് ആൾക്കാർ താമരക്കണ്ണൻ എന്ന് വിളിക്കണം. താമരക്കണ്ണാന്ന് വിളിച്ചാൽ ആരെയാണ് മനസ്സിൽ തെളിയണത്? നമുക്ക് ചിന്തിക്കാനില്ല നമ്മുടെ ഭഗവാനെ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭഗവാനെ ദൈത്യാരി പുണ്ടരീകാക്ഷ എന്ന് പറയണത്. എപ്പോഴായി താമര കണ്ണ് കിട്ടിയത് ഭഗവാന്? ആലോചിച്ചിട്ടുണ്ടോ? ഈ ഭഗവാൻ നമ്മുടെ ഗുരുവായൂരപ്പൻ ഈ കണ്ണ് കിട്ടാൻ എത്ര കാലം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയോ? അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാ കിട്ടിയത്. ഇത് കിട്ടിയത് എന്നാന്നറിയോ? ഇതിനു വേണ്ടിയിട്ട് ഈ കണ്ണൊന്ന് നേരെയാക്കാൻ മാത്രം എത്ര അവതാരങ്ങളാണ് ആ ഭഗവാൻ എടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ആദ്യം നമ്മളൊക്കെ പറയണത് പോലെ മത്സ്യായിട്ട്. മത്സ്യത്തിന് കണ്ണുണ്ട്, വലിയ ഭംഗിയൊന്നുമില്ല. പക്ഷെ പേര് കിട്ടിയത് ഇദ്ദേഹത്തിനല്ല, അനിയത്തിക്കാണ് എന്ന് മാത്രം. ഗുരുവായൂരപ്പന്റെ അനിയത്തിക്ക്, പത്മനാഭ സഹോദരിക്ക് എന്താ പേര് കിട്ടിയ? മീനാക്ഷി എന്നുള്ള പേര്. അതിന്റെ അർത്ഥം ഇങ്ങനെയൊന്നും അല്ലാട്ടോ. എന്നാലും പിന്നെ കൂർമ്മമായിട്ട് ഭഗവാന്റെ ഓരോ അവതാരത്തിനും ഓരോ ഉദ്ദേശങ്ങളുണ്ട്. പാലാഴി മഥന സമയത്ത് മന്ദരപർവ്വതം പാലാഴിയിൽ താണുപോയപ്പോ അതിനെ പൊക്കിക്കൊണ്ടുവരാൻ കൂർമ്മമായിട്ട് അവതരിച്ചു. ഭാഗവതത്തിലെവിടെയും കൂർമ്മമൂർത്തിയുടെ കണ്ണിനെ കുറിച്ച് ഒരക്ഷരം പറഞ്ഞിട്ടില്ല. ശ്രീ ശുക ബ്രഹ്മർഷിക്ക് എന്താ വേണമെങ്കിൽ പറയാറുന്നില്ലേ? വേറൊന്നുമല്ല, കണ്ണിനല്ല അവിടെ പ്രാധാന്യം. ഇതെന്തിനാ അവതാരം? പർവ്വതം പൊന്തിച്ചു കൊണ്ടുവരണം. അത് കൊണ്ടുവന്നിട്ട് അത് താഴാതെ നിർത്തണം. അങ്ങനെ താഴാതെ ഈ കൂർമ്മമൂർത്തിയുടെ പുറത്താണ് അന്ന് ആ മന്ദരപർവ്വതം കടന്ന് തിരിഞ്ഞത്. ഇത് കണ്ടിട്ടുള്ള ശ്രീശുകൻ ബ്രഹ്മർഷി പറഞ്ഞു അന്ന്, സലക്ഷയോജന പ്രസ്താരിണാദ്വീപ ഇവാപരോ മഹാൻ. അല്ലാതെ കണ്ണിനെന്നല്ല പറഞ്ഞത്. പിന്നെ വരാഹമൂർത്തിയായിട്ട് അതിൻ്റെ അകത്തേറ്റ ശരീരത്തിന്റെ വലുപ്പം, അമ്മാതിരി കാര്യങ്ങളൊക്കെയാണ് അന്ന് പറഞ്ഞത്. ഇങ്ങനെ ഭഗവാന്റെ അവതാരങ്ങൾ ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. ഓരോന്ന് കഴിയുമ്പോഴും നമ്മുടെ ഭഗവാൻ വിചാരിക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, അടുത്ത പ്രാവശ്യം നേരേക്കാം. അല്ലെങ്കിലോ നീ അപ്പോഴേക്ക് നേരേവലുണ്ടായില്ല, അപ്പൊ വിചാരിക്കും അടുത്തേലാവാം. ഇങ്ങനെ വിചാരിച്ചു കൊണ്ടിരുന്നു. പിന്നെന്തായി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചു. കണ്ണ് കേമാക്കിയിട്ട് വരണമെന്ന്. അതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് അതിലേറെ കേമായിട്ടുള്ളൊരു അവതാരമായിട്ട് വരേണ്ടി വന്നത്. അതേതാ അവതാരം? നരസിംഹം. അപ്പൊ ഭക്തന്മാര് കണ്ണിനെ കുറിച്ച് പറഞ്ഞു. കണ്ണിനെ കുറിച്ച് അപ്പൊ പറഞ്ഞു. പക്ഷെ പറഞ്ഞത് എന്താന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വേറൊന്നുമല്ല പറഞ്ഞത്. തപത സ്വർണ സവർണ ഘൂർണദതിരൂക്ഷാക്ഷം. കേമായില്ലേ ഇപ്പൊ? ആ കണ്ണങ്ങോട്ട് തുറന്നാൽ പിന്നെ എന്തുണ്ട്? ഒരാളക്കും അടുത്തേക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, മുഖത്തേക്ക് നോക്കാൻ പറ്റില്ല പേടിച്ചിട്ടേ.
പിന്നല്ലേ അടുത്തേക്ക് പോവല്. പിന്നെ വാമനനായി വന്നു അദ്ദേഹം. കണ്ണിനെ കുറിച്ച് പറഞ്ഞതേ ഇല്ല. ചില അവതാരങ്ങളൊക്കെ കഴിഞ്ഞ് അടുത്ത അവതാരം ആവുമ്പോഴേക്കും എന്തുണ്ടായിട്ടുണ്ട്? കാലം ഒരുപാട് കഴിഞ്ഞ്, കൽപ്പകാലം കഴിഞ്ഞ് പ്രളയം തന്നെ അങ്ങോട്ട് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഈ കണ്ണ് നേരെയാവലുണ്ടായില്ല ഭഗവാന്റെ. അപ്പൊ തീർച്ചയാക്കി ഇനി കണ്ണൊന്ന് നേരെയാക്കിയിട്ട് തന്നെ കാര്യം എന്നുള്ളത്. അങ്ങനെ ദശരഥപുത്രനായി രാമനായിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പോഴോ പറഞ്ഞു, രാമോ രാജീവലോചന. ഇതിപ്പോ കേട്ടാ തോന്നുമെന്ത്? രാമന്റെ കണ്ണിന്റെ ഭംഗി അല്ലേ? എന്നാൽ അതല്ല, ഇത് പറയണ സന്ദർഭം കൂടിയിട്ട് ആലോചിക്കണം. എന്നാലേ ആ കാര്യം മനസ്സിലാവുള്ളൂ. യാഗവിഘ്നകാരികളായിട്ടുള്ള രാക്ഷസന്മാരെ നിലയ്ക്ക് നിർത്തുന്നതിന് രാമനെയും ലക്ഷ്മണനെയും കൂട്ടിക്കൊണ്ടുപോകാനാണ് വിശ്വാമിത്ര മഹർഷി ദശരഥന്റെ കൊട്ടാരത്തിലേക്ക് വന്ന്. ദശരഥനാണെങ്കിലോ രാമനെ പിരിഞ്ഞിരിക്കാൻ വയ്യ, മഹർഷിയോട് വിപരീതമായിട്ട് പറയാനും വയ്യ. ഉണ്ണികളെ കൊണ്ടുപോകാൻ പറ്റില്ല പറയണ്ടേ, അങ്ങനെ പറയാൻ വയ്യ. ഈ സമയത്താണ് ദശരഥൻ ഒരു സൂത്രം പ്രയോഗിച്ചത്. അതെന്താ? ദശരഥൻ പറയുന്നുണ്ട്, രാമോ രാജീവലോചന. എന്താ അതിൻ്റെ അർത്ഥം? മഹർഷേ, ഈ രാക്ഷസന്മാര് രാത്രിയല്ലേ വരിക, അതിനാൽ ഈ രാമനെ കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്നാണ്. കാരണം എന്താ? രാമൻ രാജീവലോചനനാണ്. അങ്ങനെ പറഞ്ഞാൽ മഹർഷിക്ക് കാര്യം മനസ്സിലായി, നമുക്കൊന്ന് വിസ്തരിച്ചാലേ മനസ്സിലാവുള്ളൂ. എന്താണെങ്കിൽ സൂര്യൻ ഉദിച്ചാൽ താമര വിരിയും, അസ്തമിച്ചാൽ താമര പതുക്കടയും. അപ്പൊ എന്തേ പറഞ്ഞേ? സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ താമസമില്ല മഹർഷേ, രാമന്റെ കണ്ണുകൾ അടയും, ഉറങ്ങും എന്നർത്ഥം. ഇങ്ങനെ സൂര്യൻ അസ്തമിച്ച സന്ധ്യ ആകുമ്പോഴേക്കും ഉറങ്ങുന്ന രാമനെ കൊണ്ടുപോയിട്ട് എന്താ മഹർഷേ കാര്യം? ഇതാണ് ദശരഥൻ പറഞ്ഞത്, അല്ലാണ്ട് കണ്ണിന്റെ കാര്യമല്ല. അപ്പോഴും എന്തായി? വിചാരിച്ചതുപോലെ ആയില്ല. അങ്ങനെ ഈ ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് അങ്ങോട്ട് അവതരിച്ചു. അപ്പൊ പിന്നെ താമസം ഒട്ടും ഉണ്ടായില്ല. ശ്രീ ശുകബ്രഹ്മർഷി അങ്ങോട്ട് പറഞ്ഞു, തമത്ഭുതം ബാലകം അംബുജേക്ഷണം. എന്താ മലയാളത്തിൽ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ താമര കണ്ണൻ തന്നെ. ഇപ്പൊ എന്തായി എങ്കിൽ നമ്മള് പ്രത്യേകിച്ച് മലയാളികൾക്ക് എന്തും എളുപ്പത്തില്, വളരെ വേഗത്തിലാവണം, എളുപ്പത്തിലാവണം, ഇതാണല്ലോ സമ്പ്രദായം നമ്മുടെയൊക്കെ. ഇപ്പൊ എന്തുണ്ട് എങ്കിൽ താമര കണ്ണൻ എന്നുള്ളത് ലോപിച്ച് നമ്മൾ കണ്ണാന്ന് വിളിക്കും. നിന്റെ കണ്ണാന്ന് വിളിച്ചാൽ ആരെ ഓർമ്മ വരിക? ആരാ മനസ്സിൽ ഓടിയെത്തുക? ആ ഉണ്ണിക്കണ്ണൻ തന്നെ, ഗുരുവായൂരപ്പൻ തന്നെ, ഉണ്ണിക്കണ്ണൻ. ഇങ്ങനെ എല്ലാം കൂടി ഉണ്ണിയായ ഭഗവാൻ ആലോചിച്ചിരിക്കുമ്പോഴാണ് മേൽപ്പത്തൂര് പറയണത് കണ്ണിനെ കുറിച്ച്. കാരുണ്യാകുലനേത്രം. ഭഗവാൻ ഇത് ആദ്യം അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചോന്നറിയില്ല. എന്നാലും ചോദിച്ചു പട്ടേരിയോട്, എന്തേ പട്ടേരി എൻ്റെ കണ്ണിനെ കുറിച്ച് ഇങ്ങനെ കാരുണ്യാകുല നേത്രന്ന് മാത്രം പറഞ്ഞെന്ന. അപ്പം മേൽപ്പത്തൂര് പറഞ്ഞു, ഭഗവാനെ, കണ്ണിന് അവശ്യം വേണ്ട ഗുണാണ് കാരുണ്യം എന്നുള്ളത്. ദയ, ആർദ്രത. ആർദ്രത ഇല്ലാത്ത കണ്ണുകൊണ്ട് ഒരു കാര്യമില്ല. എന്താ? മറ്റൊരാളുടെ പ്രയാസങ്ങൾ കേൾക്കുമ്പോൾ ഈറനറിയാത്ത കണ്ണ് ഒരു കാര്യമില്ല. ഇവിടെ ഭഗവാനോ കാരുണ്യം കൊണ്ട് വിവശമായ കണ്ണുകള്. എപ്പോഴാ ഭഗവാന്റെ കണ്ണുകള് കാരുണ്യം കൊണ്ട് വിവശങ്ങളാകുന്നത്? ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും. എപ്പോഴാണ് എങ്കിൽ ഉച്ചപൂജ നട തുറക്കുന്ന സമയത്താണ് ഗുരുവായൂരപ്പന്റെ കണ്ണുകള്
കാരുണ്യം കൊണ്ടങ്ങനെ വിവശങ്ങളാകണത്. രാവിലെ നേരത്തെ നട തുറന്ന് നിർമാല്യം തൊട്ട് ഉച്ചപൂജ കഴിയുന്നതോടെ ഗുരുവായൂരപ്പൻ്റെ ഒരു ദിവസത്തെ പൂജകളുടെ താൽക്കാലിക വിരാമാണ്. ഉച്ചവരെയുള്ള പൂജകൾ. ഇതിനിടയിലോ അനേകം തരത്തിലുള്ള വൈദിക താന്ത്രിക ചടങ്ങുകളോട് കൂടെയുള്ള പൂജകളടക്കമുള്ള അനേകം പ്രവൃത്തികൾ. ഇതിൻ്റെയൊക്കെ ഫലമായി ഉച്ചപൂജ കഴിയുന്നതോടെ അത്യധികം വർദ്ധിച്ച തേജസ്സോടെ സുപ്രസന്നനായിട്ടുള്ള ഭഗവാൻ ഉച്ചപൂജ ഇങ്ങോട്ട് നട തുറക്കുമ്പോഴോ നമ്മളൊക്കെ കാണുന്നത് ഇങ്ങനെ സുപ്രസന്നനായി അതിതേജസ്വിയായ ഭഗവാനെയാണ്. ഉച്ചപൂജ കഴിഞ്ഞ് ഗുരുവായൂരപ്പനെ തൊഴണത് വളരെ വിശേഷമാണ് കേട്ടോ. തൊഴുകുന്നവർക്ക് എല്ലാം നൽകി അനുഗ്രഹിക്കുന്ന ഭഗവാൻ. ഈ സമയത്താണ് ഭഗവാന്റെ കണ്ണുകൾ കൂടുതൽ കൂടുതൽ കാരുണ്യം കൊണ്ടങ്ങനെ വിവശാകണത്. നമുക്ക് എല്ലാവർക്കും ഭഗവാനെ തൊഴണമെന്ന് ആഗ്രഹമുണ്ടല്ലേ? നമ്മുടെ ഗ്രഹത്തിലുള്ളവര് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഭഗവാനെ തൊഴുകണമെന്ന്. പക്ഷേ ആഗ്രഹം ഉണ്ടെങ്കിലും എല്ലാവർക്കും സാധിച്ചോളണമെന്നില്ല. ഗൃഹത്തിലുള്ള 4-5 ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എല്ലാ സന്ദർഭത്തിലും മാസം തൊഴുകുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാ മാസവും തൊഴുക. എല്ലാവർക്കും സാധിച്ചോളണമെന്നില്ല. അനേകം കുടുംബ പ്രാരബ്ധങ്ങൾ. അതുകൊണ്ട് ആ കുടുംബത്തിൽ നിന്ന് ഒരാൾക്കേ വരാൻ കഴിഞ്ഞുള്ളൂ. ഈ ഗുരുവായൂർക്ക് വരാൻ വിചാരിച്ച ആള് പുറപ്പെടുമ്പോൾ മറ്റുള്ളവർ ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കാര്യം ഗുരുവായൂരപ്പനെ തൊഴുമ്പോൾ അങ്ങൊന്ന് പറയണേ. അപ്പൊ മറ്റാള്, എൻ്റെ കാര്യം മറക്കരുതേ. ഇങ്ങനെ ഓരോരുത്തരും അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇയാൾ ഉച്ചപൂജയ്ക്ക് അങ്ങോട്ട് തൊഴുകുമ്പോ നമ്മുടെ ഗുരുവായൂരപ്പൻ തൻ്റെ മുന്നിൽ നിൽക്കണ ഈ ആളെ കാണുന്നതിന് മുമ്പേ അയാളുടെ ഗൃഹത്തിലുള്ളവരിലേക്ക് ഭഗവാന്റെ തൃക്കണ്ണുകൾ എത്തിയിട്ടുണ്ടാവും. അതാണ് ആ കാരുണ്യം. ഭഗവാന്റെ ആ സഹോദരി, പത്മനാഭ സഹോദരി, സാക്ഷാൽ ജഗദംബിക, ആ അമ്മയുടെ കണ്ണിനെ കുറിച്ച് ഭക്തന്മാര് പറയാറുള്ളത് കാതോളം വിലസം കടാക്ഷം. അത്ര ഗംഭീരാണ് ആ ഭഗവതിയുടെ കടാക്ഷം. എന്നാലോ ഈ ഭഗവാന്റെ ആകുമ്പോഴേക്കോ കാതോളം വിലസെന്നൊന്നുമല്ല പറയേണ്ടത്, വീടോളം വിലസം കടാക്ഷം. ഇപ്പൊ അതൊന്നും അല്ല കേട്ടോ. ഈ എന്ന് ഭക്തന്മാര് പറയുമ്പോ എൻ്റെ അഭിപ്രായം ആ ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ കണ്ണുകള് നമ്മൾ ഓരോരുത്തരുടെയും ഒപ്പം അങ്ങനെ വരികയാണ്, ഉണ്ടാവുകയാണ്. നമ്മൾ എവിടെ ചെയ്യാലും വേണ്ടില്ല. എന്താ ഗുരുവായൂരപ്പന്റെ ഭാവം? ഇവൻ എന്തൊക്കെ ആപത്തിലൊക്കെയാണ് ചെന്ന് ചാടുക എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് എൻ്റെ നോട്ടം ഈ കണ്ണ് ഇവനിൽ എപ്പോഴും ഉണ്ടാവണം, ഒരു കണ്ണ് ഇവനിൽ എപ്പോഴും ഉണ്ടാവണം. ഇങ്ങനെ നിനക്ക് ഞാനുണ്ട് എന്ന് അനുഭവമാക്കിക്കൊണ്ട് സംരക്ഷണം തരുന്ന ഒരു ഈശ്വരൻ ഗുരുവായൂരപ്പനെ പോലെ വേറില്ല. അതുതന്നെയാണ് ആ കാരുണ്യാകുലനേത്രം. പിന്നീട് മേൽപ്പത്തൂര് പറഞ്ഞത് ഭഗവാന്റെ മന്ദഹാസത്തെ കുറിച്ചാണ്. ആർദ്രഹസിതോല്ലാസം, അതിവിശേഷമായിട്ടുള്ള പുഞ്ചിരി, എല്ലാവരെയും ആകർഷിക്കുന്ന ആ പുഞ്ചിരി. ഗുരുവായൂരപ്പനെ ദർശിക്കാൻ പോകുന്നവരില് ഭൂരിഭാഗവും നമ്മളെപ്പോലെയുള്ള സാധാരണക്കാര്, അനേകം ആഗ്രഹങ്ങളോട് കൂടിയവര്, പലവിധത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്നവര്, ജീവിതത്തിൽ പലവിധ പ്രയാസങ്ങളുള്ളവര്, പ്രാരബ്ധങ്ങള് ഒക്കെ ഉള്ളവര്.
ഇതെല്ലാം ഭഗവാനോട് ഉള്ളു തുറന്ന് പറഞ്ഞ് ഇതൊക്കെ അവിടെ നിന്ന് ഇറക്കി വെക്കണം. മനസ്സിന് കുറച്ച് സമാധാനം, സ്വസ്ഥത കിട്ടും. ഇതൊക്കെ വിചാരിച്ച് ഭഗവാന്റെ മുന്നിൽ അങ്ങോട്ട് എത്തി ഭഗവാനെ അങ്ങോട്ട് ദർശിച്ചു. എന്റെ ഗുരുവായൂരപ്പ, എന്റെ കണ്ണ, ഉറക്കെ അങ്ങോട്ട് വിളിച്ചു. എന്നാൽ ഭഗവാനോ വലത് കൈയിൽ ഒരു ഓടക്കുഴലും ഇടത് കൈയിൽ ഒരു താമരപ്പൂവും പിടിച്ച് മന്ദസ്മിതാർദ്ര സുമുഖനായി നിൽക്കുന്ന ആ ഭഗവാനെ കണ്ട് നമ്മളെല്ലാം അങ്ങോട്ട് മറന്നു. എന്താ ആ ഭഗവാൻ നമ്മളോട് സംവദിക്കുന്നുണ്ട്. എന്തിനാ നീ ഇങ്ങനെ ദുഃഖിക്കണത്? നീ കരയേണ്ടവനല്ല, നിനക്ക് ഞാനുണ്ട്, ഒട്ടും പരിഭ്രമിക്കണ്ട, ഞാനുണ്ട് കൂടെ. ഇങ്ങനെ ഒന്നും നമ്മളോട് നേരിട്ട് സംവദിക്കാതെ നമ്മൾ ഓരോരുത്തരെയും അങ്ങോട്ട് ബോധ്യപ്പെടുത്തുകയാണ്, അനുഭവാക്കുകയാണ് ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ട് എന്നുള്ളത്. ഈ ദുഃഖം ഇല്ലാണ്ടേക്കാൻ ഭഗവാന്റെ അടുത്ത് 2 ദിവ്യങ്ങളായിട്ടുള്ള ആയുധങ്ങളുണ്ട്. ദുഃഖമില്ലാണ്ടേക്കണ 2 ദിവ്യങ്ങളായിട്ടുള്ള ആയുധങ്ങള് നമ്മുടെയൊക്കെ ഹിമാലയത്തിനേക്കാട്ടിലും വലുപ്പമുള്ള, കടലിനേക്കാളും പരപ്പും ആഴമുള്ള വലിയ ദുഃഖപർവ്വതത്തിനെ, കണ്ണീർ കടലിനെ, ദുഃഖസാഗരത്തെ ഇല്ലാതെയാക്കുന്ന ദിവ്യങ്ങളായ 2 ആയുധങ്ങളുണ്ട് ഗുരുവായൂരപ്പന്. അതെന്താണെന്നറിയോ? ഒന്ന് ഭഗവാന്റെ ആർദ്രഹസിതോല്ലാസം, മനസ്സിനെ കുളിർമയേകുന്ന അതിവിശേഷമായ മനോഹരമായ പുഞ്ചിരി. സമാധാനങ്ങൾ ഉണ്ടാവുക ഈ മനസ്സിനെ ആ പുഞ്ചിരി അങ്ങോട്ട് കാണുന്നതോട് കൂടിയിട്ട്. അടുത്തത് ഭഗവാന്റെ തൃക്കണ്ണുകള്, കാരുണ്യാകുലനേത്രം. എന്താ ഭഗവാന്റെ മന്ദഹാസത്തിന്റെ വൈശിഷ്ട്യം? ഭാഗവതത്തിൽ കാണാം. കപിലവാസുദേവൻ പറയണത്, ഹാസം ഹരേ അവനിതാഖില ലോക തീവ്ര ശോകാശ്രുസാഗര വിശോഷണമത്യുദാരം. ആ ഭഗവാന്റെ പുഞ്ചിരി ഏതൊരാളുടെയും ദുഃഖത്തിന്റെ ആ കണ്ണീർ കടലിലേക്ക് അങ്ങോട്ട് വന്നു വീണാൽ ഉടൻ അവയെല്ലാം തന്നെ അങ്ങോട്ട് വറ്റി വരണ്ട് പോവുകയാണ്. അടുത്തത് തൃക്കണ്ണ്. കണ്ണ് കാട്ടുന്നതിൽ കേമനായ കണ്ണന്റെ കണ്ണുകള് ഈ ലോകത്തെ മുഴുവനും തന്നിലേക്ക് അങ്ങനെ ആകർഷിച്ച് ആ ഭഗവാൻ ജയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭഗവാന്റെ ആയുധങ്ങളായിട്ടുള്ള ചക്രം, ഗദ തുടങ്ങിയവ ആ ഭഗവാൻ ബ്രഹ്മതത്വം നമ്മുടെ ഗുരുവായൂരപ്പനായി ഇവിടെ പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോ, അതായത് ഗുരുവായൂരപ്പനായതിനു ശേഷം ഈ ഭഗവാന് ഇന്നേ വരെ ഒരാവശ്യത്തിനായിട്ട് ചക്രം, ഗദ തുടങ്ങിയവ എടുത്തതായിട്ടൊരറിവില്ല. ഗുരുവായൂരപ്പൻ ചക്രം എടുത്തിട്ട് ഇന്നാളുടെ നേരെ പ്രയോഗിച്ചു അത്രേ, കേൾക്കേണ്ടി വന്നിട്ടില്ല. അതുപോലെ തന്നെ ഗദ പ്രയോഗിച്ചു അത്രേ, വേണ്ടി വന്നിട്ടില്ല. അവയൊന്നും എടുക്കേണ്ടി വന്നിട്ടേ ഇല്ല ഗുരുവായൂരപ്പന്. ആ തൃക്കണ്ണ് കൊണ്ടും പുഞ്ചിരി കൊണ്ടും ഭഗവാൻ ലോകത്തെ മുഴുവനും അങ്ങനെ ജയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ കാര്യവും ആ പുഞ്ചിരി കൊണ്ടും തൃക്കണ്ണുകൊണ്ടും അങ്ങനെ കഴിക്കുന്നുണ്ട്. അതാണ് ഗുരുവായൂരപ്പന്റെ വളരെ കേമായിട്ടുള്ള മഹിമ. പിന്നീടാണ് മേൽപ്പത്തൂര് ഭഗവാന്റെ നാസിക പറഞ്ഞത്. സാധാരണ കണ്ണുകൾ പറഞ്ഞാൽ പിന്നെ നാസിക പറയണം. ഇവിടെ മന്ദസ്മിതത്തെക്കുറിച്ച് പറഞ്ഞ ശേഷമാണ് മേൽപ്പത്തൂര് സുനാസാപുടം
എന്ന് പറയണത്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രവിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.